എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഇച്ചിരി കൊത്തമല്ലി ഇല, ഒരു 2 എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇതിന് വലിയ ടൊമാറ്റോയാണ് നല്ലത്. എൻ്റെ കയ്യിൽ വലിയ ടൊമാറ്റോ ഇല്ല, അപ്പോൾ ചെറിയ ടൊമാറ്റോയാണ്. അപ്പോൾ ഞാനിത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് റൊട്ടിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും കറിയില്ല എന്നുള്ള വിഷമം വേണ്ട. പെട്ടെന്ന് നമുക്ക് ടൊമാറ്റോ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ വെളുത്തുള്ളി വേണം കേട്ടോ. നമുക്ക് പിന്നെ ഏതെണ്ണയിലും, ഞാൻ കടുകെണ്ണയിലാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിലോ വെജിറ്റബിൾ ഓയിലിലോ ഏത് എണ്ണയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് 2ആയിട്ട് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ 2ആയിട്ട് മുറിച്ചെടുത്തു. എൻ്റെ ഇവിടെ ഉജാലയുടെ ഇത്തിരി കുറവുണ്ട്. ഞാൻ രാത്രിയാണ് പിടിക്കുന്നത് കേട്ടോ. പകൽ ദീപക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പണിയാണ് ഫ്രണ്ട്സ്. എൻ്റെ രാത്രിയാണ് 2 ബൾബ് ഇട്ടേക്കണം. ഒരു ട്യൂബും ഒരു ബൾബും ഇട്ടിട്ടും ഇത്രയും വെളിച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കൊടായി വെച്ചു. കൊടായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇച്ചിരി കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഞാൻ കടുകെണ്ണ ചൂടായതിന് ശേഷം ഞാൻ തക്കാളി എടുത്തിടും. ഇത് നമ്മുടെ ബംഗാളീസൊക്കെ പെട്ടെന്ന് ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാൻ ചെറിയ ടൊമാറ്റോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കടുകെണ്ണ ചൂടായിട്ട് വന്നു. അപ്പോൾ ഞാനിത് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഞാൻ ഇതിൽ കഴുകിയല്ലാണ് കേട്ടോ വെള്ളത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളൊന്ന് കഴുകിയിട്ട് ആ വെള്ളം തുടക്കണേ, ഇല്ലെങ്കിൽ ആ എണ്ണയിൽ ഇരുമ്പോൾ തെറിക്കും. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ. മറിച്ചിട്ട് കൊടുക്കണേ. ഞാനിനി ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കും വേഗം. അപ്പോൾ നമ്മൾ ഇത് കഴുകി കഴിഞ്ഞാൽ വെള്ളം ഒന്ന് തുടക്കണേ, ഇത് പൊട്ടിത്തെറിക്കുക. അതിൻ്റെ കൂടെ ഞാനിത് ഈ വെളുത്തുള്ളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. വെളുത്തുള്ളിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി അവിടെ കിടന്ന് അതിനൊപ്പം വെളുത്തുള്ളി കഴിക്കുകയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോയുടെ ഒരു അകത്ത നീരുണ്ടല്ലോ, അതാണ് ഒന്ന് നല്ലവണ്ണം വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ തൊലിയെടുക്കാം. ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് തൊലിയെടുക്കാം. നല്ല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓൾ ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ഇതൊക്കെ ഒന്ന് വീട്ടിൽ പരീക്ഷിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ. നല്ലവണ്ണം വറണ്ടിട്ട് ഞാൻ ഒന്നും കൂടെ തിരിച്ചിട്ടതിന് ശേഷം, അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടുമ്പം തന്നെ വെളുത്തുള്ളി ഇടണം കേട്ടോ. വെളുത്തുള്ളി ഇടുമ്പം തന്നെ അത് നല്ല ഇതായിട്ട് വരുള്ളൂ കേട്ടോ. വെളുത്തുള്ളി അതിനൊപ്പം ഇരുന്നുകൊണ്ട് നല്ല വറണ്ടോളും. കരിയാതെ എടുക്കണം നമ്മൾ. കരിയാതെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. അത് ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നു. നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ട് വേണം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ചോറും കൂടെ ആയിരുന്നാൽ റൊട്ടിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി ഒന്നും കൂടെ ഞാനൊന്ന് മറിച്ചിടും. അപ്പോൾ ആ വെളുത്തുള്ളി അതിൽ കിടന്നതിന് നല്ല വഴണ്ട് വന്നോടും. വെളുത്തുള്ളിയുടെ ആ കമർപ്പോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണേ. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത ഒരു ചട്നിയാണ്, ടൊമാറ്റോ ചട്നിയാണ്. ഇതുപോലെയും ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, നല്ല വെണ്ണം ഈ വെളുത്തുള്ളിയൊക്കെ നല്ല ചുമന്ന് വരുന്നു, കരിയൊന്നുമില്ല കേട്ടോ. കരിയാതെ നമ്മൾ ടൊമാറ്റോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണേ. ഇത് കണ്ടോ, അതിൻ്റെ വെളുത്തുള്ളിയൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നു. ഇത് കണ്ടോ.
ഇനി ഞാൻ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നു. എനിക്ക് വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ വലുതില്ല, ഇപ്പോൾ കിട്ടുന്നൊക്കെ ചെറുതാണ്. അപ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു തൊലി ഇങ്ങോട്ട് എടുക്കുന്ന കേട്ടോ. ഞാൻ ആ തൊലി ഇങ്ങോട്ട് എടുക്കുക. തൊലി ഇങ്ങോട്ട് വന്നോളും കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴേ തൊലി വന്നോളേ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. കണ്ടോ, ഈ ടൊമാറ്റോയുടെ തൊലിയുണ്ട്, അത് ഇങ്ങോട്ട് എടുക്കുക. തൊലി ഇങ്ങോട്ട് വന്നോളും കേട്ടോ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ തൊലി ഇങ്ങോട്ട് വന്നോളും. എന്നിട്ട് ഈ സ്പൂണിൽ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സ്പൂൺ കൊണ്ട് ഒരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് വന്നോളും കേട്ടോ. നിങ്ങളങ്ങനെയൊക്കെ എടുക്കുക. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നോക്കിയും കണ്ടെടുത്താൽ, ഇല്ലെങ്കിൽ കൊടിയിൽ പോലെ ഏതെങ്കിലും പിടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ എല്ലാ തൊലിയും എടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ തൊലി അങ്ങ് മാറ്റി. ഇത് കണ്ടല്ലോ, തൊലിയൊക്കെ ഇങ്ങോട്ട് മാറ്റി. അത് നമ്മൾ ഈ ഇതിൽ സ്പൂണിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്റ്റിക്കിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കാണിക്കുമ്പം തന്നെ വരും കേട്ടോ. എന്നിട്ട് ഇച്ചിരി ഉപ്പിടുക. നമ്മൾ ഇച്ചിരി ഉപ്പിട്ടു. ഉപ്പ് നോക്കിയിടണം കേട്ടോ. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുക നല്ലവണ്ണം. ഇതില്ലാത്തവർക്ക് നല്ല വലിയ കയ്യിൽ എടുത്താലും മതി കേട്ടോ. എണ്ണ കുറച്ചിടുന്നുള്ളവർക്ക് എണ്ണ കുറച്ചിടാം. അപ്പോൾ എന്താണെന്നറിയാമോ, നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്നേനെ നല്ലവണ്ണം ഇത് വേണം, നല്ലവണ്ണം വെന്തോളും കേട്ടോ. നമ്മൾ ഇത് വെച്ചങ്ങോട്ട് മാഷ് ചെയ്യുമ്പോൾ ഇതില്ലാത്തവർക്ക് കയ്യിൽ വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് ഉപ്പ് പാകത്തിലിടുക. നല്ലൊരു ചട്നിയാണ് കേട്ടോ. നമ്മുടെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ചട്നിയാണ്. ഇത് കണ്ടോ. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇടട്ടെ, ഉപ്പ് കുറവാണ്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അതിൽ കിടന്നതിനെ ഒന്ന് ഇതാകാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചു. അതിൽ കിടന്ന് ഒന്നും കൂടെ ഇതാകട്ടെ. അപ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല, വെറും ടൊമാറ്റോ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയാണ് ഇതിലിടുന്നത്. ഒന്ന് വറ്റട്ടെ. നല്ലതാണ്. വെളുത്തുള്ളി ആ ഒരു വഴണ്ട് വരുമ്പോൾ ഉള്ള ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഇതുപോലെയൊക്കെ നിങ്ങൾ വീട്ടിൽ ഇതുപോലത്തെ ചട്നി ഒന്ന് ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല, നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഈ സവാള വെറുതെ ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. പിന്നെ ഞാൻ തീ കത്തിക്കുന്നില്ല കേട്ടോ. ഇതൊരു ഇച്ചിരി പച്ചയായിട്ട് തന്നെ വരണേ. പച്ചമുളക് ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള വെച്ചിട്ട് ഞാൻ തീ കത്തിച്ച് കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ കുറച്ച് കൊത്തമല്ലി ഇലയും കൂടെ ഇടുക. ആവശ്യത്തിന് ഇളക്കി കൊടുക്കുക. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ആ ചീനച്ചട്ടിയിൽ തന്നെയാണ്. നമ്മൾക്കൊരു പാത്രത്തിൽ സെർവ് ചെയ്യുക. ഇത് കണ്ടോ, ചുട്ടെടുത്ത തക്കാളി ചട്നി. തക്കാളി നമ്മൾ ആ കടുകണ്ടയിലിട്ട് ഒന്ന് ചുറ്റിയെടുത്താണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ തൊലി എടുക്കണേ. ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ
ഒന്ന് ആ വരണ്ട് വരും, നല്ലവണ്ണം വരണ്ട് വരും. തൊലി മുകളിൽ നിന്ന് തന്നെ വരും. നമുക്ക് ആ സ്റ്റിക്കിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണ് കൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എൻ്റെ ചമ്മന്തി ടൊമാറ്റോ ചട്നി? നമ്മൾ ചിലവർ ഗ്യാസിൽ ചുട്ടെടുക്കൂലേ, അപ്പോൾ അതുപോലെ തന്നെ ഞാനൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. ഞാനൊന്ന് നോക്കട്ടെ ഉപ്പൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ ഇന്നുണ്ടാക്കിയ എൻ്റെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത ടൊമാറ്റോ ചട്നി, നല്ലൊരു ഫ്രൈ ചെയ്ത ടൊമാറ്റോ ചട്നി, അതായത് നമ്മൾ ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത ടൊമാറ്റോ ചട്നി. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.